പച്ചക്കറി ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ചോറിൻ്റെ കൂടെ നല്ല സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ ഈ ഒരു പപ്പടക്കറി ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. പപ്പടം പിന്നെ മിക്ക വീട്ടിലും എപ്പോഴും സ്റ്റോക്ക് കാണും അല്ലേ. നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് കൊച്ചുള്ളി ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാവേ. അത് ഏകദേശം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ആ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ അതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ അതൊന്ന് വഴറ്റി കൊടുക്കാവേ. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ചട്ടി ആയതുകൊണ്ട് ചൂട് കുറച്ച് സമയം നിൽക്കും, അതുകൊണ്ട് അവിടെ കിടന്ന് തന്നെ ഒരു പച്ച മണം മാറിക്കിട്ടും കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അത് നല്ലപോലെ അരച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി അതേ ചട്ടി തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 5-10 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞും ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അത് ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആ അരപ്പിൻ്റെ ഒരു പച്ചമണം പോകാൻ വേണ്ടി കുറച്ച് സമയം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വാളം പുളിയാണ്. അപ്പോൾ ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള പപ്പടം വറുത്തെടുക്കാം കേട്ടോ. ഈ ഒരു ഷേപ്പിൽ പപ്പടം കട്ട് ചെയ്തിട്ട് ഇങ്ങ് വറുത്തെടുത്താൽ മതി. ഒരുപാട് പപ്പടമൊന്നും വേണ്ട, ഒരു 3-4 പപ്പടം മാത്രം മതി കേട്ടോ. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് പപ്പടം കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല കുറുകി ഇങ്ങ് വന്നാണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പടക്കറിയാണേ. ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി മാത്രം മതി കേട്ടോ. നല്ല കൂട്ടി കുഴച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.